നിങ്ങൾക്ക് അടിവയറിന് താഴെ ഒടിയിൽ ഒരു സൈഡിലോ രണ്ട് സൈഡിലോ ആയിട്ട് മുഴകളുണ്ടോ? പുക്കിളിൻ്റെ സൈഡിലോ പുക്കിളിലോ മുഴയുണ്ടോ? നിങ്ങൾ കിടക്കുമ്പോഴോ നേരെ എഴുന്നേൽക്കുമ്പോഴോ ഇതിൻ്റെ സൈസിൽ വ്യത്യാസം വരുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ഹെർണിയ ഉണ്ടാകാം. അടിവയറിന് താഴെ മധ്യരേഖയ്ക്ക് ഒരു സൈഡിലോ രണ്ട് സൈഡിലോ ആയിട്ട് ഒടിയിലാണ് നിങ്ങൾക്ക് മുഴയുള്ളതെങ്കിൽ അത് ഇൻഗ്വൈനൽ ഹെർണിയ ആകാം. മറിച്ച് പുക്കിളിൻ്റെ സൈഡിലോ ആയിട്ടാണ് നിങ്ങളുടെ മുഴയെങ്കിൽ അത് അംബിലിക്കൽ ഹെർണിയ ആകാം. ഹെർണിയയുടെ മുഴകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. നിങ്ങൾ മലർന്നു കിടക്കുമ്പോൾ ഒരു പക്ഷേ അത് പൂർണ്ണമായും അപ്രത്യക്ഷമാകാം. മറിച്ച് ചുമയ്ക്കുകയോ കനത്ത പണികൾ ചെയ്യുമ്പോഴോ ഈ മുഴകൾ പുറത്തേക്ക് തള്ളി വരുന്നതായും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാം. നമ്മൾക്ക് ഹെർണിയ വരാൻ എങ്ങനെയാണ് സാധ്യത കൂടുതലാവുക? പൊതുവെ വയറിൻ്റെ മുൻഭാഗത്തെ മസിൽസ് അല്ലെങ്കിൽ പേശികൾ വീക്ക് ആകുമ്പോഴാണ് ഹെർണിയ വരിക. വീക്ക് ആകാനുള്ള കാരണങ്ങൾ സ്മോക്കിംഗ് ആകാം, അല്ലെങ്കിൽ ഒബീസിറ്റി ആകാം, അല്ലെങ്കിൽ പരമ്പരാഗതമാകാം. ഹെർണിയ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വെയിറ്റ് അമിതമായി എടുക്കുക, അല്ലെങ്കിൽ ശരീരത്തിന് പ്രയാസമുള്ള സ്ട്രെനസ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുക എന്നിവ ഹെർണിയയെ വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. നിങ്ങളുടെ ശരീരത്തിൽ ഹെർണിയ ആണോ എന്ന് സംശയമുള്ളൊരു മുഴയുണ്ടെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യാൻ നമ്മളെ അൾട്രാസൗണ്ട് സ്കാൻ സഹായിക്കാം. അതിനോടൊപ്പം തന്നെ ഹെർണിയയുടെ മുഴകൾ സാധാരണ വേദനയില്ലാത്ത മുഴകളാണെന്ന് മനസ്സിലാക്കുക. ഹെർണിയയുടെ മുഴയിൽ നിങ്ങൾക്ക് വേദന വരികയാണെങ്കിൽ അതൊരു എമർജൻസി ആകാം. ഉടനെ തന്നെ സർജനെ സമീപിക്കുക.